ഇന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 8 മുതൽ 17 വരെയുള്ള വാക്യങ്ങളെക്കുറിച്ച് അല്പം ചിന്തിക്കാം. ലളിതമാണെങ്കിലും വളരെ ഗഹനമായ കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഭാഗമാണ് ഇനി മുൻപോട്ടുള്ള ഭാഗങ്ങളൊക്കെ. അപ്പം നമ്മൾ ഓരോ വിഷയത്തിലും അതിൻ്റെ അടിസ്ഥാനം പൂർണ്ണമായി മനസ്സിലാക്കി പോയാൽ മുൻപോട്ടുള്ള ഗ്രഹണം വളരെ എളുപ്പമായിരിക്കും എന്നാണ്. ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിലൊരു തോട്ടമുണ്ടാക്കി, താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി. കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷവും, തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും യഹോവ നിലത്ത് നിന്ന് മുളപ്പിച്ചു. തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. അത് അവിടെ നിന്ന് 4 ശാഖയായി പിരിഞ്ഞു. ഒന്നാമത്തേതിന് പീശോൻ എന്ന് പേർ. അത് ഹവീലാ ദേശമൊക്കെയും ചുറ്റുന്നു. അവിടെ പൊന്നുണ്ട്, ആ ദേശത്തിലെ പൊന്ന് മേത്തരമാകുന്നു. അവിടെ ഉൾകൂലവും ഗോമേതകവും ഉണ്ട്. 2-ാം നദിക്ക് ഗീഹോൻ എന്ന് പേർ. അത് കൂശ് ദേശമൊക്കെയും ചുറ്റുന്നു. 3-ാം നദിക്ക് ഹിദ്ദേക്കൽ എന്ന് പേർ. അത് അശൂരിന് കിഴക്കോട്ട് ഒഴുകുന്നു. 4-ാം നദിക്ക് ഫ്രാത്ത എന്ന് പേർ. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത്, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്. തിന്നുന്ന നാളിൽ നീ മരിക്കും. ഈ ഭാഗം പല തെളിവില്ലാത്ത കാര്യങ്ങൾ ആളുകൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കുന്നു. യഹോവ സൃഷ്ടിച്ച മനുഷ്യനെ കിഴക്ക് ഏതെങ്കിലും തോട്ടമുണ്ടാക്കി അവിടെയാക്കി. ഭൂമിയുടെ കിഴക്കേ അറ്റം എന്ന് പറയുന്ന ഇറാഖിലാണെന്നാണ് ഇപ്പോൾ ആളുകൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഒരു 10 കിലോമീറ്റർ അല്ലെങ്കിൽ മൈൽ ചതുരശ്ര അകലത്തിൽ കിടക്കുന്ന ഒരു ഭൂപ്രദേശം. അതാണ് ഏദൻ തോട്ടമെന്ന ഒരു സങ്കല്പം. ഈ ഏദൻ തോട്ടത്തിലെ 3 വിധത്തിലുള്ള വൃക്ഷങ്ങളാണ് യഹോവ നിലത്ത് നിന്ന് മുളപ്പിച്ചത്. ഒന്ന് കൗതുക വൃക്ഷങ്ങൾ എന്ന് നമുക്ക് പറയാം. കാണുവാൻ ഭംഗിയുണ്ട്, തിന്മാൻ നല്ല ഫലമുണ്ട്. 2-ാമത് നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം. പിന്നെ 3-ാമത് ജീവന്റെ വൃക്ഷം. ഈ 3 വൃക്ഷങ്ങൾക്കും വ്യത്യസ്തങ്ങളായ പേരാണ് ഉള്ളത്. ഈ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും ജീവവൃക്ഷവും തോട്ടത്തിൻ്റെ നടുവിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ തോട്ടം നനയ്ക്കുവാൻ 4 നദി. ആ നദി തോട്ടത്തെ സമ്പുഷ്ടമാക്കിക്കൊണ്ട് ഇരിക്കും. അപ്പോൾ അവർക്ക് അതിലെ ഫലം ഭക്ഷിച്ച്, ആദാമിന് അതിലെ ഫലം ഭക്ഷിച്ച് അവിടെ ജീവിക്കാം. അപ്പോൾ യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഈ തോട്ടത്തിലാക്കി. ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കിയത്. അപ്പോൾ അത്യാവശ്യം വ്യായാമത്തിന് വേണ്ടിയുള്ള ജോലികളൊക്കെ ആദാമിന് അവിടെ ഉണ്ടായിരുന്നു. ഏദൻ തോട്ടത്തെ കാക്കുന്നത് ആരിൽ നിന്നാണ് കാക്കുന്നത്? മൃഗങ്ങളൊക്കെ വന്ന് കയറാതെ അവയെ ഓടിച്ചു വിടണം. പിന്നെ പുല്ലും പറക്കാരെയൊക്കെ വളരുമ്പോൾ അതെല്ലാം പറിച്ചു കളയണം. അങ്ങനെയുള്ള ജോലികളാണ്. അപ്പം യഹോവ ആദാമിനോട് പറഞ്ഞു, ഈ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം,
പക്ഷേ ഒരു കാര്യം, നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്നാണ്. ഈ വൃക്ഷത്തിൻ്റെ പേര് തന്നെ അതിൻ്റെ വിശേഷത വെളിപ്പെടുത്തുന്നുണ്ട്. നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം, അതിൻ്റെ ഫലം ഭക്ഷിക്കലാണ്. മറ്റത് ജീവന്റെ വൃക്ഷമാണ്, കൗതുക വൃക്ഷം. അത് മനസ്സിന് ആനന്ദം നൽകുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ വീടുകളിലൊക്കെ പൂച്ചെടി വെച്ച് പിടിപ്പിക്കുന്നത് പോലെ ഒരു പൂന്തോട്ടം തന്നെയാണ് ഏദൻ തോട്ടം. അപ്പോൾ ഇവിടെ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നാൽ നീ മരിക്കും എന്നാണ്. ആദാമിനെ സംബന്ധിച്ച് അദ്ദേഹം ഇപ്പോൾ ഏകനായി തന്നെ ഇരിക്കുന്നു. ഹവ്വ ആദാമിനോടുകൂടെ ഇപ്പോൾ ഇല്ല. ഈ കൽപ്പന കൊടുക്കുമ്പോഴും ആദാമിനോടുകൂടെ ഹവ്വ ഇല്ല. അപ്പോൾ ആദാമിൻ്റെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഈ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം നമ്മൾ തിന്നുവോ, തിന്നാതിരിക്കുമോ? തിന്നാതിരുന്നാൽ മരിക്കാതെ ഇരിക്കാമെന്നാണ്. തിന്നാൽ ഉള്ള ഗുണം നന്മതിന്മകളെ കുറിച്ചുള്ള അറിവുണ്ടാകും എന്നാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തേ പറ്റും. ഒന്നുകിൽ തിന്നാം, അല്ലെങ്കിൽ തിന്നാതിരിക്കും. ഈ കൽപ്പനയൊക്കെ കൊടുത്തതിന് ശേഷം ദൈവം ആദാമിനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ആദാം കൽപ്പന ലംഘിക്കുന്നില്ല. ആദാം സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം കുറെ നാളുകളെങ്കിലും ഏകനായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ വൃക്ഷഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും എന്നാണ്. ഈ നാളിൽ മരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ആ തിന്ന അതേ ദിവസം തന്നെ ആദാം മരിച്ചു എന്ന് പറയുന്ന പലരുമുണ്ട്. പക്ഷേ അത് ആത്മീക മരണമായിരുന്നു. ആത്മീക മരണം അങ്ങനെ പറയാൻ കാരണം ആദാം 930 സംവത്സരം കഴിഞ്ഞിട്ടാണ് മരിക്കുന്നതെന്നാണ്. അപ്പൊ ഈ തിന്നുന്ന നാളെന്ന് പറഞ്ഞതുകൊണ്ട് അത് ഒരു 24 മണിക്കൂറുള്ള ദിവസമാണെന്നുള്ള ചിന്തയിൽ നിന്നാണ് അങ്ങനെ പറഞ്ഞത്. ഇവിടെ ഈ നാളെന്ന് പറഞ്ഞതിന് നമുക്ക് മറ്റൊരു തെളിവ് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 2:4 വാക്യത്തിൽ യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ നാളെന്നാ പറഞ്ഞത്. ഇത് 24 മണിക്കൂറുള്ള ദിവസമല്ല. ഈ 6 ദിവസത്തെ സൃഷ്ടിവേലയുടെ ആ ദൈർഘ്യം ഒരു നാളായിട്ടാണ് പറയുന്നത്, ഒരു കാലഘട്ടം എന്നാണ്. അപ്പൊ ആദാം ഈ തിന്നുന്ന നാളിൽ മരിക്കും എന്ന് പറഞ്ഞാൽ തിന്നുന്ന ആ കാലഘട്ടത്തിൽ നീ മരിക്കും എന്നാണ്. എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ മരിക്കാം. മരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിലാണ് കാര്യം. മരണം എന്ന് പറഞ്ഞാൽ ആദാമിനെ സംബന്ധിച്ച് ആദാം ഇല്ലായിരുന്നു സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ്. പൊടിയിൽ നിന്ന് നിർമ്മിച്ചു, അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി ആദാമായി തീർന്നു. ഈ ജീവശ്വാസം പിൻവലിക്കുമ്പോൾ ആദാം മരിച്ചു പോകുന്നു. പൊടി പണ്ടായിരുന്നത് പോലെ പൊടിയിലേക്ക് ചേരുന്നു. ആദാം പിന്നെ ഇല്ല. അതാണ് മരണം. ആ മരണം ആദാമിന് സംഭവിക്കുന്നത് 930 സംവത്സരം
ആയപ്പോഴാണ്. അപ്പൊ ആദാമിനെ സംബന്ധിച്ച് തിന്നുന്ന നാളിൽ മരിക്കും എന്ന് പറഞ്ഞത് ആദാമിൻ്റെ ആയുഷ്കാലത്തിനകത്ത് 930 സംവത്സരം കൊണ്ട് ആദാം മരിച്ചു എന്നേ ഉള്ളൂ. പിന്നെ യാതൊന്നും ശേഷിക്കുന്നില്ല. ആദാം എന്ന ആ വ്യക്തി ഇല്ലാതെയായെന്ന്. അപ്പൊ ഈ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നാതിരുന്നാൽ ആദാമിന് ഉണ്ടാകുന്ന പ്രയോജനം എന്താണ്? ആദാമിന് നന്മയും തിന്മയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ തന്നെയായി. ഒന്നിന്റെ വെളിച്ചത്തിലെ മറ്റൊന്നിനെ മനസ്സിലാക്കാൻ പറ്റും. ജീവനും മരണവും, അനുഗ്രഹവും ശാപവും, നന്മയും തിന്മയും ഞാൻ നിന്റെ മുമ്പിൽ വയ്ക്കുന്നതാണ്. അപ്പോ നന്മ എന്താണെന്നും തിന്മ എന്താണെന്നും അനുഭവിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ രണ്ടിൻ്റെയും ഫലം എന്താണെന്ന് അറിയാൻ പറ്റൂ. അതുകൊണ്ട് ആദാം നന്മ തിന്മകളെ തിരിച്ചറിയുന്നവനാകണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ദൈവം ആദാമിനെ ഏദൻ തോട്ടത്തിൽ ആക്കിയിരിക്കുന്നത്. അപ്പൊ ഈ വൃക്ഷഫലത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടല്ല. ദൈവം പരിശോധിക്കാൻ അങ്ങനെ ഒരു കാര്യം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ദൈവത്തെ അനുസരിക്കുമോ ഇല്ലയോ എന്ന് പരിശോധിക്കുവാൻ വേണ്ടിയിട്ടാണ് ആ വൃക്ഷഫലം തിന്നരുതെന്ന് പറഞ്ഞത്. ആദാമിന് അത് തിന്നാതിരിക്കാനും തിന്നുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിൻ്റെ അർത്ഥം വളരെ സ്വാതന്ത്ര്യമുള്ളവനായി തന്നെയാണ് ആദാമിനെ സൃഷ്ടിച്ചതെന്നാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ആദാം അനുസരണക്കേട് കാണിക്കുമെന്നും മരണത്തിന് വിധേയനാകുമെന്നും ദൈവത്തിനറിയാം. അപ്പോൾ പിന്നെ ദൈവം എന്തിനാണ് ഇങ്ങനെ ഈ കൽപ്പന കൊടുത്തത്? അപ്പൊ ആദാമിനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? അത് തന്നെയാണ് പിന്നീട് വരുന്ന മനുഷ്യനെ സംബന്ധിച്ചും ദൈവം അളന്നു തൂക്കി എടുക്കുന്ന കാര്യങ്ങൾ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ കയ്യിനും ഹാബേലിനും ഒരു പ്രമാണവും ദൈവം കൊടുത്തില്ല. അനുസരണത്തിൻ്റെ പ്രമാണമോ അനുസരിക്കാതിരിക്കാനുള്ള പ്രമാണമോ ഒന്നും നൽകിയില്ല. ആദാമിന് മാത്രമാണ് ദൈവം നേരിട്ട് പ്രമാണം നൽകി. പക്ഷേ ആദാമിന് നേരിട്ട മരണം കയ്യിനും ഹാബേലിനും പിന്നീട് വരുന്ന മനുഷ്യരുടെ പരമ്പരകൾക്കെല്ലാം ആ മരണം കൈമാറിയെന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആദാം എന്ന ഒരു വ്യക്തിയിൽ കൂടെ ജനിക്കുവാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരെയും ദൈവം വിലയിരുത്തിയെന്നാണ്. ആദാം തെറ്റിപ്പോയെങ്കിൽ മറ്റുള്ളവരും തെറ്റിപ്പോവും എന്നുള്ളത് ആ ദൈവത്തിൻ്റെ മഹാജ്ഞാനം കൊണ്ട് മനസ്സിലാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആദാമിന് വേണ്ടി ഒരു മധ്യസ്ഥൻ മാത്രം മതി എന്നുള്ള ഒരു വസ്തുത അവിടെ തന്നെ ഉറപ്പാകുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ നന്മതിന്മകളെ അറിഞ്ഞ് മരിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദൈവം ആദാമിനെ സൃഷ്ടിക്കുന്നതും ഏദൻ തോട്ടത്തിൽ ആക്കുന്നതും. ഈ നന്മതിന്മയോടുള്ള പരിചയം അനുഭവങ്ങളിൽ കൂടെയാണ് പിന്നീട് അവർക്ക് പഠിക്കുവാനിടയാകുന്നത്. അതല്ലാതെ ഈ വൃക്ഷഫലത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല ആദാമൻ. അപ്പൊ ജീവന്റെ വൃക്ഷം, ഈ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് നിത്യം ഭക്ഷിച്ചുകൊണ്ടിരുന്നാൽ ആദാമിന് ഒരിക്കലും മരണം നേരിടുകയില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. അപ്പൊ ഈ കൽപ്പന അനുസരിക്കാനും അനുസരിക്കാതിരിക്കുവാനുള്ള അറിവും കഴിവും ആദാമിന് ഉണ്ടായിരുന്നു. ആദാം മറ്റൊരു സാഹചര്യവശാൽ ആ കൽപ്പന
ലംഘിക്കുകയാണ് ഉണ്ടായത്. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് പിൻവരുന്ന ഭാഗങ്ങളിൽ ചിന്തിക്കാം. അപ്പോൾ മരണമെന്ന ആ വാസ്തവം അതെങ്ങനെയാണ് എന്നുള്ളതിന് ഈ ആദാമിൻ്റെ ചരിത്രത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും എന്ന് പിൻവരുന്ന ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. നിലത്ത് നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു. അപ്പോൾ മരണത്തെക്കുറിച്ച് ആദാമിന് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. ദൈവം അങ്ങനെ പറഞ്ഞെങ്കിലും അതിൻ്റെ ഭീകരതയെക്കുറിച്ചൊന്നും ആദാമിന് അനുഭവം പരിചയമില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് അത് മുഴുവൻ മനസ്സിലായി കാണുമോ എന്നുള്ള കാര്യം നമുക്ക് സംശയമാണ്. അങ്ങനെ വ്യക്തമായ ഉറപ്പും ധൈര്യവും ഉണ്ടായിരുന്നുവെങ്കിൽ ആദാം ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുകയില്ലായിരുന്നു. ഇപ്പം ജീവന്റെ വൃക്ഷവും നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷവും ഇത് രണ്ട് പ്രമാണങ്ങളുടെ അടിസ്ഥാനമാണ്. നന്മയുടെയും തിന്മയുടെയും രണ്ട് പ്രമാണങ്ങൾ. അത് മനുഷ്യചരിത്രത്തിൻ്റെ ആരംഭം മുതൽ ഈ നന്മയും തിന്മയും ഇന്ന് ഒരു മത്സരത്തിൻ്റെ വേദിയിലാണ്. ഇന്ന് തിന്മ അതിൻ്റെ ഏറ്റവും ഉയർന്ന പടിയിൽ വിളഞ്ഞു നിൽക്കുകയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആദാമിൻ്റെ കാലം മുതലുണ്ടായി ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള മനുഷ്യവർഗം മുഴുവൻ നന്മതിന്മകളെ കുറിച്ചുള്ള അനുഭവ പരിചയത്തിൽ ജനിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്നു. ആദാം മരിച്ച പോലെ തന്നെയാണ്. അപ്പോൾ അതൊരു വലിയ ഉദ്ദേശം ദൈവം മുൻ കണ്ടുകൊണ്ടാണ് നന്മയെയും തിന്മയെയും മനുഷ്യവർഗത്തിന്മേൽ അനുവദിച്ചിരിക്കുന്നത്. ദൈവം ഇപ്പോൾ യാതൊരു തിന്മയ്ക്കും കടിഞ്ഞാണിടുന്നില്ല. തിന്മയ്ക്ക് അതിൻ്റെ സ്വാതന്ത്ര്യത്തോടുകൂടി അതിന് പ്രവർത്തിച്ചു പോകുവാനുള്ള സമയം ദൈവം കൊടുത്തിരിക്കുകയാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യനെ നന്മ എന്തെന്നും തിന്മ എന്തെന്നും അനുഭവ പരിചയത്തിൽ കൂടി പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇവിടെ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളുടെ അടിസ്ഥാന തത്വമാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ ഫലം. ഇനി ഇത് തിന്നതിന് ശേഷം അവരുടെ അനുഭവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകളും ദൈവത്തിൻ്റെ പ്രവൃത്തിയും എന്താണെന്ന് അടുത്ത ഭാഗത്ത് നമുക്ക് ചിന്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കാം.